അഭിനയത്തിലേക്ക് മാറുന്നതിന് മുമ്പ് ജോൺ എബ്രഹാം ഒരു മോഡലായിട്ടാണ് തന്റെ കരിയർ ആരംഭിച്ചത്. എന്നാൽ 20 വർഷത്തിലേറെയായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും തന്റെ അഭിനയ വൈദഗ്ധ്യത്തിന് അദ്ദേഹം കാര്യമായ വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ദീപ മേത്തറുടെ വാട്ടർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഹോളിവുഡ് ഇതിഹാസം സ്റ്റീഫൻ സ്പിൽബർഗിൽ നിന്ന് അദ്ദേഹത്തിന് പ്രശംസ ലഭിച്ചു. ലിസ റേ, സീമ ബിശ്വാസ്, വഹീദ റഹ്മാൻ എന്നിവരോടൊപ്പം അദ്ദേഹം പ്രധാന വേഷത്തിൽ അഭിനയിച്ച ദീപ മേത്തറുടെ വാട്ടർ എന്ന ചിത്രം മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള നോമിനേഷൻ നേടിയിരുന്നു. ആ ചിത്രം ഓസ്കാർ നേടിയില്ലെങ്കിലും ഏറെ പ്രശംസകൾ ഏറ്റുവാങ്ങി. ഞാൻ അവാർഡുകൾക്ക് പോയപ്പോൾ സ്റ്റീഫൻ സ്പിൽബർഗിനെ കാണാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. കൂടാതെ വാട്ടറിന്റെ പ്രകടനം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. എന്നാൽ ഇവിടെ ആരും അത് ഒരു ദിവസം പോലും കണ്ടില്ല എന്ന് നടൻ പറഞ്ഞു. ഹോളിവുഡ് നടൻ ചാർലീസ് തെറോണുമായുള്ള അദ്ദേഹത്തിന്റെ സംഭാഷണവും അദ്ദേഹം പരാമർശിച്ചു. ചാർലീസ് തെറോൺ എന്നോട് സംസാരിച്ചതും പറഞ്ഞതും ഞാൻ ഓർക്കുന്നു. നീ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇവിടെ ആരും അതിനെക്കുറിച്ച് സംസാരിച്ചില്ല. നിർമ്മാണ വേളയിൽ വാട്ടർ നിരവധി വെല്ലുവിളികൾ നേരിട്ടിരുന്നു. ആദ്യം ഷബാന ആസ്മി, നന്ദിത ദാസ്, അക്ഷയ് കുമാർ എന്നിവരെ അവതരിപ്പിക്കുന്ന ഈ ചിത്രം വാരണാസിയിൽ ചിത്രീകരിക്കാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത്. എന്നിരുന്നാലും മേത്തയുടെ മുൻ ചിത്രമായ ഫയറിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ കാരണം പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. പിന്നീട് പദ്ധതി ഉപേക്ഷിച്ചു. ഒടുവിൽ ചിത്രീകരണം ശ്രീലങ്കയിലേക്ക് മാറ്റി. പുതിയ അഭിനേതാക്കളെയും തിരഞ്ഞെടുത്തു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.